സിനിമാ ലോകത്ത് കോളിളക്കം തീർത്ത ബ്രഹ്മാണ്ഡ ചിത്രമായിരുന്നു രാജമൗലിയുടെ ബാഹുബലി. അതിലെ ശിവഗാമി ദേവിയുടെ മാഹിഷ്മതി സാമ്രാജ്യം എന്നും ആരാധകരുടെ മനസ്സിൽ സ്വപ്ന തുല്യമായ രാജ്യമായിരുന്നു. എന്നാൽ സിനിമയിലൂടെ ലോകം അറിഞ്ഞ മാഹിഷ്മതി സാമ്രാജ്യം യഥാർത്ഥത്തിൽ ചരിത്രത്തിന്റെ ഭാഗമാണ്. ഭാരതീയ ഇതിഹാസങ്ങളിൽ ഏറെ പരാമർശിക്കപ്പെട്ട പേരാണ് കാർത്തവീര്യ അർജുനൻ. മാഹിഷ്മതി ഇതിഹാസങ്ങളിൽ പറയപ്പെടുന്ന ഒരു രാജ്യം തന്നെയാണ്. സിനിമയിൽ ശിവഗാമി ദേവിയാണ് മാഹിഷ്മതിയെ പ്രശസ്തമാക്കിയതെങ്കിൽ ഇതിഹാസങ്ങളിൽ കാർത്തവീര്യാർജുനൻ എന്ന മഹാരാജാവാണ് ഈ രാജ്യത്തെ പ്രശസ്തമാക്കിയത്. സഹസ്രബാഹു അർജുനൻ എന്നും അദ്ദേഹത്തിന്റെ പേരുണ്ട്. ഹൈഹൈ രാജവംശത്തിലെ കൃതവീര്യ രാജാവിന്റെയും ശീലാധരയുടെയും മകനായിരുന്നു കാർത്തവീര്യ അർജുനൻ. അദ്ദേഹത്തിന്റെ ജനനത്തെക്കുറിച്ച് പല കഥകളുമുണ്ട്. ദത്താത്രേയ മൂർത്തിയുടെ അനുഗ്രഹത്താലാണ് കാർത്തവീര്യ അർജുനൻ ജനിച്ചതെന്നാണ് ഇതിൽ പ്രബലമായ കഥ. 1000 കൈകളുള്ള മഹാശക്തനായിരുന്നു കാർത്തവീര്യ അർജുനൻ. ഈ കൈകൾ ആവശ്യമുള്ളപ്പോൾ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെടുമായിരുന്നു. കൃതവീര്യ രാജാവ് അന്തരിച്ചപ്പോൾ അടുത്ത രാജസ്ഥാനത്തിനായി 5 പേരുണ്ടായിരുന്നു. കാർത്തവീര്യാർജുനൻ കൂടാതെ അദ്ദേഹത്തിന്റെ 3 സഹോദരന്മാരും പിന്നെ കൃതവീര്യന്റെ മകളുടെ ഭർത്താവായ അഹംയാദിയും അവകാശവാദവും ഉയർത്തി രംഗത്തുണ്ടായിരുന്നു. എന്നാൽ കാർത്തവീര്യാർജുനൻ രാജാവാകണമെന്നായിരുന്നു ഗർഗ മഹർഷിയുടെയും മറ്റു അഭിപ്രായം. കാർത്തവീര്യാർജുനൻ രാജസ്ഥാനം ഏറ്റെടുക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. ഇതറിഞ്ഞ ഗർഗ മഹർഷി ദത്താത്രേയ മൂർത്തിയോട് പ്രാർത്ഥിക്കാൻ കാർത്തവീര്യാർജുനോട് ആവശ്യപ്പെട്ടു. മഹർഷിയുടെ തീരുമാനം അനുസരിച്ച് ദത്താത്രേയൻ പ്രാർത്ഥന നടത്തി. ദത്താത്രേയൻ സംപ്രീതനാകുകയും ധാരാളം വരങ്ങൾ അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. ഇതിനൊപ്പം പറക്കുന്ന ഒരു രഥം കൂടി ദത്താത്രേയന് കിട്ടി. തപോഭൂമിയിൽ നിന്ന് ഈ പറക്കു രഥത്തിലേറിയാണ് അദ്ദേഹം മാഹിഷ്മതിയിലേക്ക് തിരികെ വന്നത്. വീരനായ യോദ്ധാവിനൊപ്പം തന്റെ പ്രജകൾക്ക് മികച്ചൊരു രാജാവായിരുന്നു കാർത്തവീര്യാർജുനൻ. പറക്കു രഥത്തിലേറി എവിടെയും എത്താനുള്ള സിദ്ധി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് രാജകുമാരിമാരെ അദ്ദേഹം വിവാഹം കഴിച്ചു. അളവില്ലാത്ത ധനവും സമ്പത്തും അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാർത്തവീര്യാർജുനന്റെ കാലഘട്ടത്തിൽ മാഹിഷ്മതിയിൽ ക്ഷാമകാലം ഉണ്ടായിട്ടില്ല. പൗരന്മാരിൽ ആരും തന്നെ ദരിദ്രനുമായിരുന്നില്ല. പ്രജാക്ഷേമ തൽപരനായ ഒരു രാജാവായിരുന്നു കാർത്തവീര്യാർജുനൻ. അസുരന്മാർക്കും മറ്റും ദുഷ്ടശക്തികൾക്കും ഒന്നും മാഹിഷ്മതിയിലേക്ക് കടക്കാൻ പോലും ഭയമായിരുന്നു അക്കാലത്ത്. ഒറ്റത്തവണ 500 അസ്ത്രങ്ങൾ അയക്കാനുള്ള ശേഷി അദ്ദേഹത്തിനുണ്ടായിരുന്നു അത്രേ. രാവണന്റെ സമകാലികനായിരുന്നു കാർത്തവീര്യാർജുനൻ. ഒരിക്കൽ നർമ്മദാ നദി തീരത്ത് രാവണൻ ധ്യാനത്തിനായി എത്തി. നർമ്മദയിൽ കുളിച്ച ശേഷം രാവണൻ കരയിലിരുന്ന് ഏകാഗ്രമായി പരമശിവനെ പ്രാർത്ഥിച്ചു. അതേ സമയത്താണ് കാർത്തവീര്യാർജുനനും പത്നിമാരും നർമ്മദയിൽ നീന്തി കുളിക്കാനായി എത്തിയത്. വിനോദപൂർവ്വം നീന്തുന്നതിനിടയിൽ ഒരു റാണി കാർത്തവീര്യാർജുനനെ ചെറുതായി ഒന്ന് വെല്ലുവിളിച്ചു. അങ്ങ് അത്ര ശക്തനാണെങ്കിൽ നർമ്മദാ നദിയെ ഒന്ന് തടഞ്ഞു നിർത്തുമോ എന്നതായിരുന്നു അവരുടെ ചോദ്യം. ഭാര്യയുടെ ചോദ്യം കേട്ട് എന്നാൽ അങ്ങനെ ആകട്ടെ എന്ന് മറുപടിയുമായി കാർത്തവീര്യാർജുനൻ നദിയിലേക്ക് ഇറങ്ങി. 1000 കൈകൾ വിടർത്തി അദ്ദേഹം നദിയുടെ ഒഴുക്ക് തടഞ്ഞു നിർത്തി. ഇതോടെ മറുഭാഗത്ത് വെള്ളം പൊങ്ങാൻ തുടങ്ങി. ധ്യാനത്തിലിരുന്ന രാവണനെയും വെള്ളം മൂടി. ഏകാഗ്രത നഷ്ടപ്പെട്ട് അദ്ദേഹം ഉണർന്നു. കാർത്തവീര്യാർജുനന്റെ കുസൃതിയാണ് ഇതെന്ന് മനസ്സിലാക്കിയ രാവണൻ അദ്ദേഹത്തിന് സമീപത്തെത്തുകയും ഒരു ദ്വന്ദ്വയുദ്ധത്തിനായി വെല്ലുവിളിക്കുകയും ചെയ്തു. അങ്ങനെ ഭയങ്കര ദ്വന്ദ്വയുദ്ധം തുടങ്ങി. യുദ്ധത്തിനൊടുവിൽ രാവണൻ പരാജയപ്പെട്ടു. കാർത്തവീര്യാർജുനൻ രാവണനെ പിടിച്ചുകെട്ടി ബന്ധനസ്ഥനാക്കി. ഒടുവിൽ രാവണന്റെ മുത്തശ്ശനായ പുലസ്ത്യ മഹർഷി നേരിട്ടെത്തി തന്റെ പേരക്കുട്ടിയെ മോചിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ഇതോടെ കാർത്തവീര്യാർജുനൻ അദ്ദേഹത്തെ വിട്ടയച്ചു. തന്റെ ശക്തിയിലും അധികാരത്തിലും പിൽക്കാലത്ത് കാർത്തവീര്യാർജുനൻ ഉന്മതനാകുന്നുണ്ട്. പിന്നീടൊരിക്കൽ പരശുരാമന്റെ പിതാവായ ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിലെത്തിയ കാർത്തവീര്യാർജുനൻ അവിടെയുണ്ടായിരുന്ന കാമധേതുവെന്ന ദിവ്യഗോവിനെ പിടിച്ചുകെട്ടി കൊണ്ടുപോവുകയും ജമദഗ്നിയെ വധിക്കുകയും ചെയ്തു. ഇതിന് പകരം ചോദിക്കാനെത്തുന്ന പരശുരാമനുമായി കാർത്തവീര്യാർജുനൻ യുദ്ധം ചെയ്യുന്നുണ്ട്. ഈ യുദ്ധത്തിൽ പരശുരാമൻ കാർത്തവീര്യാർജുനനെ പരാജയപ്പെടുത്തുകയും അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നതോടെ കാർത്തവീര്യാർജുനൻ എന്ന മഹാശക്തിന് അവസാനമായി. ഇതിഹാസങ്ങൾ ശക്തിയുടെയും ആയുധ പാടവത്തിന്റെയും ബിംബങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന രാജാവാണ് കാർത്തവീര്യാർജുനൻ. അർജുനൻ ഉൾപ്പെടെ പല യോദ്ധാക്കളെയും ഇദ്ദേഹവുമായി താരതമ്യപ്പെടുത്തുന്നത് തന്നെ ഇതിനുദാഹരണമാണ്.